അലർജിയും ആസ്മയും തുടർച്ചയായ തുമ്മലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൊച്ചി VPS ലേക്ക് ഷോറിലെ ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ ഹരി ലക്ഷ്മണൻ സംസാരിക്കുകയാണ് അതിനെക്കുറിച്ച്. ഓവർ ടു ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ആദ്യമായി തുമ്മലിൻ്റെ കാര്യം പറയുമ്പോൾ തുമ്മലും ആസ്മയും തമ്മിൽ ബന്ധമുണ്ട്. ഈ തുമ്മൽ അലർജിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഈ ആസ്മ ഉള്ള വ്യക്തികൾക്ക് തുമ്മലും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് രണ്ടും നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ തുടർച്ചയായിട്ട് തുമ്മലുണ്ടെങ്കിൽ നമുക്കതിന് ഈ ഇൻഹേലർ പോലെ നേസൽ സ്പ്രേ, മൂക്കിലടിക്കുന്ന സ്പ്രേ, അത് കുറച്ച് റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ആസ്മ ട്രിഗേഴ്സ്. അപ്പോൾ അതിൽ പെടുന്ന കാര്യങ്ങളാണ് വീട്ടിലെ പൊടി, അല്ലെങ്കിൽ പെറ്റ്സ്, ഇപ്പോൾ വീട്ടിലുള്ള നായ, പൂച്ച, അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങൾ. പിന്നെ അമിതമായിട്ടുള്ള ഇമോഷൻസ്, ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ എക്സൈറ്റഡ് ആവുക, അല്ലെങ്കിൽ വളരെ ഭയങ്കര പെട്ടെന്നൊരു ഡിപ്രഷനിലോട്ട് പോകുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇമോഷണൽ ഇംബാലൻസ്, അപ്പോൾ അതിലും ഈ ആസ്മ അധികമാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എക്സർസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മയുണ്ട്. അതായത് ഒരു വ്യായാമം ചെയ്യുമ്പോൾ ഈ ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ വലിവ് വരാം ചിലവർക്ക്. ആ ഒരു കാറ്റഗറിയാണ് എക്സർസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയുന്നത്. അത് ഈ വ്യായാമത്തോട് അനുബന്ധിച്ച് വരുന്ന ആസ്മ ലക്ഷണങ്ങൾ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ.